അമേരിക്കയുടെ നിയുക്ത പ്രസിഡന്റ് അധികാരത്തിലെത്തുമ്പോൾ വലിയൊരു വിഭാഗം ആളുകൾ കൂട്ട നാടുകടത്തലിന് വിധേയമാകുമെന്ന് ഉറപ്പായിരിക്കുകയാണ്. കാനഡയ്ക്കും മെക്സിക്കോയ്ക്കും ട്രംപ് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇതിനിടയിൽ ഇന്ത്യക്കാരെ ആശങ്കയിലാക്കുന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് അമേരിക്കയിൽ 2024 ഓരോ 6 മണിക്കൂറിലും ഒരു ഇന്ത്യക്കാരനെ നാടുകടത്തിയെന്നാണ് റിപ്പോർട്ട്. ഡിസംബർ 19 US ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് പുറത്തിറക്കിയ വാർഷിക റിപ്പോർട്ടിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. ഇത് അമേരിക്കയിലേക്ക് കുടിയേറിയിരിക്കുന്നവർക്ക് കനത്ത തിരിച്ചടിയാണ് നൽകുന്നത്. 2021 അപേക്ഷിച്ച് 2024 US നിന്ന് നാടുകടത്തിയ ഇന്ത്യക്കാരുടെ എണ്ണത്തിൽ 400% വർധനവാണ് രേഖപ്പെടുത്തിയത്. 2021 292 ഇന്ത്യക്കാരെയാണ് US നാടുകടത്തിയതെങ്കിൽ 2024 ഇത് 1529 ഉയർന്നിരിക്കുകയാണ്. ആഗോളതലത്തിൽ 2021 59,011 പേരെ US നാടുകടത്തിയപ്പോൾ 2024 ഇത് 2,71,484. US കുടിയേറ്റ നിയമത്തിൽ വരുന്ന മാറ്റങ്ങൾ, ഇന്ത്യയും USഉം തമ്മിലുള്ള ഉഭയകക്ഷി കരാറുകൾ എന്നിവയാണ് നാടുകടത്തുന്നവരുടെ എണ്ണത്തിൽ വർധനവുണ്ടാകാൻ കാരണമെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. 2024 ഈ വർധന നിയമവിരുദ്ധമായി USൽ തുടരുന്നവരെ ലക്ഷ്യം വെച്ചുള്ളതാണെന്നും അധികൃതർ ചൂണ്ടിക്കാണിക്കുന്നു. നിലവിൽ രേഖകളില്ലാത്ത 18,000 ഇന്ത്യക്കാർ നാടുകടത്തലിനായി ICEയുടെ റഡാർ നിരീക്ഷണത്തിലാണുള്ളത്. 2024 നവംബർ വരെയുള്ള റിപ്പോർട്ട് അനുസരിച്ച് നാടുകടത്തൽ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്ന 14.4 ലക്ഷം വ്യക്തികളിൽ 17,940 ഇന്ത്യക്കാരും ഉണ്ടെന്ന് ICE റിപ്പോർട്ട് ചെയ്യുന്നു. ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റായിരുന്ന 2019-2020 വർഷങ്ങളിലായി 3,928 ഇന്ത്യക്കാരെയാണ് USൽ നിന്ന് നാടുകടത്തിയത്. ജോ ബൈഡൻ ഭരിച്ച 4 വർഷങ്ങളിൽ 3,467 ഇന്ത്യക്കാരെ നാടുകടത്തിയതായാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. നിലവിൽ ഏതാണ്ട് 18,000-ഓളം ഇന്ത്യക്കാർ നാടുകടത്തൽ ഭീഷണിയിൽ USൽ കഴിയുന്നുണ്ടെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. 2024 നവംബറിൽ ICE പുറത്തിറക്കിയ റിപ്പോർട്ടിലാണ് അനധികൃതമായി കുടിയേറിയ 14.4 ലക്ഷം പേർ നാടുകടത്തൽ ഭീഷണിയിലാണുള്ളതെന്ന് പറയുന്നത്. ഇതിൽ 17,490 പേരാണ് ഇന്ത്യക്കാർ. ജനുവരിയിൽ ട്രംപ് അധികാരത്തിലേറുന്നതിന് മുന്നോടിയായാണ് റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത്. ജനുവരി 20 US പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലേറുന്നത്. അനധികൃത കുടിയേറ്റക്കാരെ നാടുകടത്തുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്നാൽ കുടിയേറ്റക്കാരെ നാടുകടത്തുക എന്ന ട്രംപിന്റെ പദ്ധതി ദോഷങ്ങൾ വരുത്തുമെന്നാണ് റിപ്പോർട്ട്. ഡൊണാൾഡ് ട്രംപിന്റെ കുടിയേറ്റക്കാരെ വൻതോതിലുള്ള നാടുകടത്താനുള്ള പദ്ധതി സമ്പദ് വ്യവസ്ഥയെ സാരമായി ബാധിക്കുമെന്നാണ് കോൺഗ്രസിലെ ഡെമോക്രാറ്റുകളുടെ റിപ്പോർട്ട് മുന്നറിയിപ്പ് നൽകുന്നത്. മഹാമാന്യത്തെക്കാൾ കൂടുതൽ സാമ്പത്തിക നാശനഷ്ടങ്ങൾ അദ്ദേഹത്തിന്റെ പദ്ധതിക്ക് വരുത്തുമെന്നും അവർ പറയുന്നു. സാമ്പത്തിക വളർച്ച മന്ദഗതിയിലാക്കുക, USലെ തൊഴിലാളികളുടെ എണ്ണം കുറയുക, ചില അമേരിക്കക്കാർക്ക് ജോലി നഷ്ടപ്പെട്ടേക്കാം, ജീവിത ചെലവ് വർദ്ധിക്കാം, പണപ്പെരുപ്പം വർദ്ധിക്കാം തുടങ്ങിയ കാരണങ്ങളാണ് പ്രധാനമായും ഡെമോക്രാറ്റുകൾ ആരോപിക്കുന്നത്. അമേരിക്കൻ ഇമിഗ്രേഷൻ കൗൺസിൽ കണക്കാക്കിയത് പ്രകാരം എല്ലാ വർഷവും 10 ലക്ഷത്തോളം രേഖകളില്ലാത്ത ആളുകളെ അമേരിക്ക നാടുകടത്തൽ സമ്പദ് വ്യവസ്ഥയ്ക്ക് അതിന്റെ മൊത്തം മൂല്യത്തിന്റെ, അതായത് GDPയുടെ 4.2% മുതൽ 6.8% വരെ നഷ്ടം സംഭവിക്കുമെന്നാണ് റിപ്പോർട്ട്. 2007 മുതൽ 2009 വരെയുള്ള മഹാമാന്യകാലത്ത് സമ്പദ് വ്യവസ്ഥ 4.3% ചുരുങ്ങിയിരുന്നു. ആ സമയത്ത് ഭവന വിപണി തകർന്നിരുന്നു. കൂട്ട നാടുകടത്തലുകൾ മഹാമാന്യത്തിന് തുല്യമോ അതിലധികമോ സമ്പദ് വ്യവസ്ഥയെ ദോഷകരമായി ബാധിക്കുമെന്നാണ് ഡെമോക്രാറ്റുകൾ അവകാശപ്പെടുന്നത്.